Hello beautiful people, hope everyone is doing well and today's video is sponsored by വേറെ ആരുമല്ല ഞാൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആകാൻ പോകുന്ന ഒരു ആർട്ട് വർക്ക് ആയിരിക്കും മേ ബി. കാരണം ഞാൻ ആദ്യം ഇത് വോളിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് വോളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് മായ്ച്ചു കളയേണ്ടി വരും. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാൻവാസിലോട്ട് മാറ്റി. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു ഡ്രോയിങ് വരക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ അമ്മയും ഞാനും നിൽക്കണ ഒരു പോർട്രേറ്റ് സാധാരണ ഞാൻ ചാർക്കോൾ പോർട്രേറ്റ് വരക്കാറുണ്ട്. ബട്ട് അതിൽ നിന്ന് മാറിയിട്ട് അബ്സ്ട്രാക്റ്റ്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് അബ്സ്ട്രാക്ട് ഡ്രോയിങ്. അമ്മയുടെയും എൻ്റെയും ഒരു അബ്സ്ട്രാക്ട് ഡ്രോയിങ് ക്യാൻവാസിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ എനിക്ക് നല്ലൊരു ത്വര എന്നുള്ളിൽ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ റിയാക്ഷനാണ് എനിക്ക് കാണണ്ടേ. അപ്പോൾ ദിസ് വീഡിയോ ഈസ് അതാണ്. അപ്പോൾ അമ്മയുടെ ഒരു എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്യാൻവാസ് മേടിക്കാൻ പോകണം. ആദ്യം ക്യാൻവാസ് മേടിക്കാനായിട്ട് നമുക്ക് നേരെ ഫീനിക്സിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫീനിക്സിൽ എത്തിയിരിക്കണേണ് ഗൈസ്. സോ ലെറ്റ്സ് എൻ്റർ ഇൻസൈഡ്. ഫീനിക്സ് ഈ സൂപ്പർ കൂൾ. എപ്പോഴും നമ്മൾ വരാറുള്ള സ്ഥലമായിട്ടുണ്ട്. ഭയങ്കര ലോട്ട്സ് ഓഫ് ക്യാൻവാസ്. ഓക്കെ, ഇഷ്ടംപോലെ ക്യാൻവാസ് ഉണ്ട്. അതൊന്നും ഒരെണ്ണം എടുത്താൽ മാത്രം മതി. റേറ്റാണ് നമ്മൾ ഞെട്ടിപ്പോകുന്ന റേറ്റ്. പറമ്പിക്കട്ടെ. നമ്മളങ്ങനെ ക്യാൻവാസ് മേടിച്ചു. അപ്പൊ ഈ 2 പെയിന്റും കൂടെ മേടിച്ചു. അങ്ങനെ നമ്മൾ ക്യാൻവാസ് മേടിച്ച് സെറ്റായി. പെയിന്റ് ഉള്ളിലോട്ടിട്ടേക്കാം. ആൻഡ് ബിൽ ഈസ് ഹിയർ. 1400 രൂപയുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ആർട്ട് മെറ്റീരിയലിന് ഭയങ്കര എമൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീ ആയിട്ട് വരച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ശോകമാണ്. ഇറ്റ്സ് ഭയങ്കര കോസ്റ്റാണ് ഈ സാധനങ്ങൾക്കൊക്കെ. അപ്പം അതിൻ്റെതായ എമൗണ്ട് അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ക്യാൻവാസ് മേടിച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് തേനീച്ച ചെറുതായിട്ടൊന്ന് കുത്തി എന്നെ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സാഹചര്യമായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുത്തില്ല. നമ്മൾ ക്യാൻവാസിനകത്ത് ഔട്ടിട്ടിട്ട് ചെറുതായിട്ട് ഡ്രോ ചെയ്ത് തുടങ്ങി. പിന്നെ ഞാനത് യൂഷ്വൽ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഇതുവരെ എത്തി. കണ്ണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാൻവാസിനകത്ത് നമ്മളെപ്പോഴും ഇടണ പോലെ ആൽഫബറ്റിക് ലെറ്റർ ഇട്ടിട്ട് ഔട്ട് ഇട്ടിട്ട് അതിനകത്ത് ഇത് പക്ഷെ കുറേ സമയം എടുത്തത്. ഓരോ ചെറിയ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഇതായതുകൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്തത്. ഇനി ഞാൻ പ്രോസസ്സ് കാണിക്കാം. അപ്പം നമ്മുടെ വർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ലാസ്റ്റ് ക്ലിപ്പ് എടുത്തതിന് ശേഷം ആക്ച്വലി ഒരു 2 ദിവസം എനിക്ക് സ്കിപ്പായി. ലിറ്ററലി വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് വന്നിട്ട് സ്കിപ്പായി. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പായി പോകും. അത് നീണ്ടു പോകും. ആൻഡ് ഇപ്പോൾ നമ്മുടെ വർക്ക് കുറച്ച് വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സോ ഇനി അടുത്ത അപ്ഡേറ്റ്
വെക്കണം. അമ്മയുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ലുക്ക്. അപ്പോൾ ഇത് ചെയ്യണ്ട, ഇതാണ് ഇപ്പം നമ്മുടെ സെറ്റപ്പൊക്കെ കുറച്ച് ഇതിലാണ്, താഴേക്കാണ് വെച്ചേക്കുന്നത്. ബട്ട് എന്നാലും വി വിൽ അപ്ഡേറ്റ്. അമ്മയുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എൻ്റെ ഇതിനകത്തോട്ട് കിടക്കണം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതും കൂടെ കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ യാ, ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ്. അവർ വർക്ക് ഇതുവരെ എത്തി. ഇനി ഈ ഒരു പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ ലാപ്പിലോട്ട് എത്തി. ഇവിടെ നമ്മൾ ഫുള്ള് മെസ്സായിട്ട് ഇങ്ങനെ കിടക്കണതാണ്. ഓക്കേ, യാ. അപ്പോൾ നമ്മുടെ വർക്ക് വന്ന് 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 ഇത്ര എത്തി. ഓ, ഇത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നടുവൊടിഞ്ഞ് എന്നാലും കുഴപ്പമില്ല, കിടിലൻ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് വന്നിട്ടുണ്ട് സാധനം. അപ്പോൾ ഇതാണിപ്പോൾ ഇപ്പോഴത്തെ വർക്ക്. ഇനി ആ ഹെയറും കുറച്ചും ടച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. അപ്പോൾ ഇനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ഔട്ടിലോട്ട് എത്താം. Guys, here is our completed one and it's എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് നമ്മുടെ ഫൈനൽ ക്യാൻവാസ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി അമ്മക്കൊന്ന് കാണിച്ചു കൊടുത്തു നോക്കണം വർക്ക്. സോ ഡൺ. നമ്മുടെ വർക്ക് കഴിഞ്ഞ സമയത്ത് തന്നെ ഉണ്ട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പിക്ക് ചെയ്യാൻ വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിങ് ആയിരുന്നു, കറക്റ്റ് ടൈമിങ്. ഞാനിവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യാനാണ് അമ്മ വരാനായിട്ട്. ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. അവിടെ ഒരു തണല് നോക്കി തണലിൻ്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ വരെ. എന്ത് വെയിലാ നോക്കിയേ, വെയിലത്തൊരു കൊക്ക് ഗൈസ്, വെയിലത്തൊരു കൊക്ക്. വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ വർക്ക്. അത് കണ്ടു കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ അമ്മക്ക് മനസ്സിലാകാതിരിക്കാനും ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഒരു ഡൗട്ട്. നോക്കട്ടെ. അങ്ങനെ ഫൈനലി നമ്മുടെ അമ്മ വന്നിരിക്കുന്നു. തിരിഞ്ഞോക്ക്. എങ്ങനെയുണ്ട്? നീ തന്നെയാണ് അമ്മേ. അമ്മ പക്ഷേ കറക്റ്റാണ്. എങ്ങനെയുണ്ട്? കൊള്ളാടി. നീ തന്നെ അമ്മ. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് അമ്മ നല്ല ഹാപ്പിയാണ് കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ ഹാപ്പി ആയി. സോ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. റൂം ഫുള്ള് മെസ്സിയാണ്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സോ ടാറ്റ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നത് വരേക്കും ടാറ്റ ബൈ. താങ്ക് യു.